ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നോമ്പ് കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പദമാണ് ധർമ്മദാനം. ശരിക്കും എന്താണ് ധർമ്മദാനം? ഈ ദാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സമ്പത്ത് പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുന്നു. ഇതൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത. ഇത് തെറ്റല്ല. നമ്മൾ നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം, നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. പക്ഷേ അതോടൊപ്പം അടുത്ത ഒരു പടി കൂടി കടന്ന് ചിന്തിക്കുവാനായിട്ട് കുരിശിലെ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നില്ലേ? ക്രിസ്തു ആവശ്യപ്പെടുന്ന കാര്യം നിൻ്റെ സമയവും നിൻ്റെ കഴിവും നിൻ്റെ നന്മകളും ഒക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. 10 രൂപ കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒരല്പം പൊതിച്ചോറ് കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു പഴയ വസ്ത്രം മറ്റൊരാൾ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ സമയം കൊടുക്കണമെങ്കിൽ, നമ്മുടെ നന്മകൾ പങ്കുവയ്ക്കണമെങ്കിൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ധർമ്മദാനത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായി ചിന്തിച്ച് ഒരു പടി കൂടി കടന്ന് നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തു അവൻ്റെ ശരീരം നമുക്ക് മുറിച്ച് നൽകുന്നത് പോലെ നമ്മുടെ നന്മകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം, നമ്മുടെ പേര്, നമ്മുടെ പ്രശസ്തി, ഇതെല്ലാം അപരൻ്റെ നന്മയ്ക്കായിട്ട് നമുക്ക് ദാനമായി നൽകാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.